നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഹർത്താൽ പൂർണ്ണം. ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷം വിവിധ ഇടങ്ങളിൽ പ്രകടനം നടത്തി. വിദ്യാഭ്യാസ വായ്പ പിന്നെയും വില്ലനാവുന്നു. വായ്പയുടെ പേരിൽ കിടപ്പാടം ജപ്തി ഭീഷണിയിൽ. മാണി ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. നെല്ലു സംഭരണത്തിനുള്ള തുക അപര്യാപ്തമെന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ. വാർത്തകൾ വിശദമായി. ഹർത്താലിൽ നിശ്ചലമായി കേരളം. മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയ MLA-മാരെയും ഇടതുപക്ഷ പ്രവർത്തകരെയും പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് LDF സംസ്ഥാന വ്യാപകമായി നടത്തിയ ഹർത്താൽ പൂർണ്ണം. സംസ്ഥാനത്തെ ജില്ലാ കേന്ദ്രങ്ങളിലും താലൂക്ക് കേന്ദ്രങ്ങളിലേക്കും LDF പ്രവർത്തകർ മാർച്ച് നടത്തി. ഹർത്താലിനോടനുബന്ധിച്ച് രാമങ്കരി പഞ്ചായത്ത് LDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനം മാമ്പുഴക്കരി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് രാമങ്കരി ജംഗ്ഷനിൽ സമാപിച്ചു. CP ബ്രീവൻ, R രാജേന്ദ്രകുമാർ, P പ്രസന്നൻ, PG സലിംകുമാർ, R രാമചന്ദ്രൻ നായർ, KR പ്രസന്നൻ എന്നിവർ നേതൃത്വം നൽകി. ചങ്ങനാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം LDF കോട്ടയം ജില്ലാ കൺവീനർ പ്രൊഫസർ MT ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്കറിയാം, ബഡ്ജറ്റ് വിറ്റ് കാശുണ്ടാക്കായിരുന്നു മാണി. ഇത് മാണി അവതരിപ്പിക്കുന്ന 13ാമത്തെ ബഡ്ജറ്റാണ്. 12 ബഡ്ജറ്റും കേരള സംസ്ഥാനത്ത് അദ്ദേഹം വിറ്റ് നികുതി കൂട്ടാനും നികുതി കുറയ്ക്കാനും അദ്ദേഹം പണം വാങ്ങിക്കൊണ്ടിരുന്നു. ചരിത്രത്തിന് മുമ്പ് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയും ഇന്ത്യയിലെങ്ങനെ ലോകത്തെങ്ങും ഇത്ര നഗ്നമായ അഴിമതി കാണിച്ചിട്ടില്ല. അത് ഫ്രീ ബഡ്ജറ്റ് ചർച്ച എന്ന് പറഞ്ഞ ആളുകളെ വിളിക്കും, ക്വാറിക്കാരെ വിളിക്കും, സ്വർണ്ണക്കടക്കാരെ വിളിക്കും, എല്ലാവരും അങ്ങനെ വിളിക്കുകയാണ്. വിളിച്ച് നിങ്ങൾക്ക് നികുതി കുറച്ച് തരാം, ഇത്ര കോടി രൂപ തരണം. ഇതിനൊക്കെ തെളിവുള്ള കാര്യമാണ്. CPIM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KC ജോസഫ് അധ്യക്ഷത വഹിച്ചു. KT തോമസ്, TP അജിത് കുമാർ, TS നിസ്താർ, PA നിസ്താർ, VNM സാലി, PR അനിൽകുമാർ, അഡ്വക്കേറ്റ് ജോർജ് തോമസ്, ആഷിഖ് മണിയംകുളം തുടങ്ങിയവർ സംസാരിച്ചു. ഹർത്താലിനോടനുബന്ധിച്ച് തലവടി വെള്ളക്കിണർ ജംഗ്ഷനിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KV കുഞ്ഞിമോൻ, ജോജി എബ്രഹാം, P സുരേഷ്, PV ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. LDF നടുഭാഗം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം CPIM തകഴി ഏരിയ കമ്മിറ്റി അംഗം NS ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഷിബു, VK കുഞ്ഞിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലുണ്ടായിരുന്ന മുഴുവൻ നന്മകളെയും നേട്ടങ്ങളെയും ചവിട്ടിമെതിച്ചുകൊണ്ട് അഴിമതി നടത്തി സ്വന്തം കീശ വിറപ്പിക്കാൻ വേണ്ടിയുള്ള ഭരണമാണ് നടത്തി വന്നത്. കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത്. നടുഭാഗം പരുത്തിക്കടവിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചമ്പക്കുളം BSNL ജംഗ്ഷനിൽ സമാപിച്ചു. ഇടതുമുന്നണി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ നിശ്ചലമായി കുട്ടനാട്ടിലെ നെൽ കാർഷിക മേഖല. നെല്ല് സംഭരണവും വിളവെടുപ്പും മുടങ്ങിയതിനെ തുടർന്ന് കർഷകർ പ്രതിഷേധത്തിൽ. വേനൽ മഴ ഭീതിയിൽ വിളവെടുപ്പ് നടക്കുന്ന വേളയിലെത്തിയ ഹർത്താൽ കർഷകർക്ക് തിരിച്ചടിയായി. പുളുങ്ങുന്ന പള്ളിക്കുട്ടുമ, പെരുമാനിക്കരി, വടക്കേ 900 പാടശേഖരത്തെ കൊയ്ത്തും നെല്ല് സംഭരണവും ഹർത്താലിനെ തുടർന്ന് നിലച്ചു. ശനിയാഴ്ച ഹർത്താലും ഞായറാഴ്ച പൊതു അവധിയുമായതിനാൽ ഇനി തിങ്കളാഴ്ച മാത്രമേ നെല്ലിന്റെ സംഭരണം നടക്കൂ. ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ കാർഷിക മേഖലയെ ഒഴിവാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഈ നെല്ലെല്ലാം ഇന്ന് പോയി കയറി പോകണ്ട. അതായത് 1, 2, 3 കളത്തിലെ നെല്ല് ഇന്ന് കയറി പോകേണ്ടതാണ്. ഈ ബന്ധം കൊണ്ടാണ് നെല്ല് കയറി പോകുന്നത്. അതുകൊണ്ടാണ് കൊയ്ത്ത് മെഷീൻ ഇന്ന് പണിയാൻ പാടില്ലെങ്കിൽ പിന്നെ കൊയ്ത്ത് മെഷീൻ ഇറക്കാൻ ഒക്കുമോ? ബന്ദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പണിയും ചെയ്യാൻ പാടില്ല എന്നാണ് പണി മുടക്കിയ ബന്ദ്. ഒന്നേൽ ബന്ദ് വരും, ബന്ദ് വന്ന് 2 ദിവസം കഴിയുമ്പോൾ പണി മുടക്കി. ഇതെല്ലാം ആകെ ഒരു പണി വരുന്ന സമയം
കൊയ്ത്ത് വരുന്ന സമയം ഇതൊക്കെ തുടർച്ചയായിട്ടുള്ള ഒരു കേസാണ്. ഇപ്പൊ മഴ നിലത്തൂടെ കടന്ന് എഴയുന്ന ഒരു അവസ്ഥയാണ്. എങ്ങനെ തോന്നുന്നു? മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ രണ്ടാമത് ഉണക്കി കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ 2 കിലോ 1 കിലോ ഒക്കെ കുറവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കിൻഡൽ 1 കിലോ എന്ന് പറയുമ്പോൾ ഒരു ലോഡ് തൂങ്ങുമ്പോൾ എത്ര കിലോ പോകും? അതുകൊണ്ട് കൃഷിക്കാരനെ നഷ്ടമുള്ളൂ, ഉടമസ്ഥന് മാത്രമേ നഷ്ടമുള്ളൂ, അതിലെടുക്കുന്നവർക്ക് ലാഭവുമാണ്. ഹർത്താലിനെ തുടർന്ന് കുട്ടനാട്ടിലെ ഏക്കർ കണക്കിന് പാടശേഖരത്തെ നെല്ല് സംഭരണമാണ് മുടങ്ങിയത്. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ പേരിൽ കിടപ്പാടം ജപ്തി ചെയ്യുന്ന സാഹചര്യത്തിലാണ് മാതാപിതാക്കൾ. ബാങ്ക് വായ്പയെടുത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ദുരിത കയങ്ങളിലാണ്. വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠനം പൂർത്തിയാക്കിയിട്ടും മാന്യമായ ഒരു തൊഴിലോ വരുമാനമോ ലഭിക്കാതെ കടക്കണിയിൽപ്പെട്ട ആത്മഹത്യയുടെ വക്കിലാണ് ഈ കുടുംബങ്ങളിൽ അധികവും. ജപ്തികൾ, കോടതി കേസുകൾ, വക്കീൽ നോട്ടീസുകൾ, ഭീഷണി എന്നിങ്ങനെ ബാങ്കുകളുടെ പീഡനങ്ങൾ ദിവസേന വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം 20ഓളം രക്ഷിതാക്കളാണ് സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്തതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കോഴിക്കോട് വൃദ്ധരക്ഷിതാവിനെ വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ജയിലിലടച്ച സംഭവവും ഉണ്ടായി. കാര്യങ്ങൾ എത്രയൊക്കെ വഷളായിട്ടും സർക്കാർ ഫലപ്രദമായ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല. വിദ്യാഭ്യാസ വായ്പ സമ്പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങളാണ് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷന്റെയും മറ്റ് സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ വായ്പയുടെ പലിശ ഇളവിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ച 260 കോടി രൂപ ബാങ്കുകൾ എങ്ങനെ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച യാതൊരു രൂപവും ഇല്ല. കാരണം ഇത്രയും പണം പലിശ ഇനത്തിൽ ബാങ്കുകൾക്ക് ലഭിച്ചിട്ടും അവർ പലിശയും കൂട്ടുപലിശയും പെരുപ്പിച്ചു കാട്ടി ജപ്തി ഭീഷണി മുഴക്കുകയാണ്. ഉദാരമായ വ്യവസ്ഥകളിലും പലിശ നിരക്കിലും വായ്പ നൽകണമെന്ന റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങളെയും സർക്കാരിന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകളെയും നഗ്നമായി ലംഘിക്കുകയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. വിദ്യാഭ്യാസ വായ്പയ്ക്ക് പുറമെ തൊഴിലിനു വേണ്ടിയും ലക്ഷങ്ങൾ മുടക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളില്ലാത്തതിനാൽ ക്രൂരമായ തൊഴിൽ ചൂഷണമാണ് നിലനിൽക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നതിനായി ഏജന്റുമാർക്ക് വലിയ തുക കമ്മീഷൻ നൽകേണ്ടി വരുന്നതും അംഗീകാരമില്ലാത്ത ഇടങ്ങളിൽ തുച്ഛ ശമ്പളത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നതുമെല്ലാം ഈ മേഖല നേരിടുന്ന അരക്ഷിതാവസ്ഥയുടെ പ്രതിഫലനമാണ്. തൊഴിൽ ചൂഷണത്തിന് ഇരയാകുന്നവരെ രക്ഷിക്കുവാൻ അവരെ കൊണ്ടുപോകുന്ന ഏജന്റുമാരോ തൊഴിൽ നഷ്ടപ്പെട്ട മടങ്ങിയെത്തുന്ന ആളുകൾക്ക് മാന്യമായ പുനരധിവാസം നൽകുവാൻ സർക്കാരോ തയ്യാറാകുന്നില്ല. ഭരണ സംവിധാനങ്ങളില്ലാത്തിടത്തും നിരന്തര ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നിടത്തുമെല്ലാം തൊഴിൽ തേടി പോകേണ്ടി വരുന്നതും ബാങ്ക് കടം തീർക്കുവാനും കുടുംബം പുലർത്തുവാനും വേണ്ടിയാണ്. നമ്മുടെ നാട്ടിൽ മാന്യമായ സേവന വേതന വ്യവസ്ഥകളോടെ തൊഴിൽ സംവിധാനം ഇല്ലാത്തതാണ് ഒന്നാമത്തെ വിഷയം. നഴ്സുമാരുടെ സേവനം നമ്മുടെ സമൂഹത്തിന് ആവശ്യം വേണ്ട മഹത്തായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണം സർക്കാരും സമൂഹവും ഏറ്റെടുത്തേ മതിയാവും. നെല്ല് സംഭരണത്തിനായി ധനകാര്യ ബജറ്റിൽ അനുവദിച്ച 300 കോടി രൂപ അപര്യാപ്തമാണെന്ന് കുട്ടനാട് വികസന സമിതി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ തോമസ് പീലിയാനിക്കൽ KCB വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് ഉൾപ്പെടെ കേരളത്തിൽ ഒരു വർഷം സംഭരിക്കുന്നത് 4 ലക്ഷം ടൺ നെല്ലാണ്. നെല്ല് സംഭരണത്തിനായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 300 കോടി രൂപ കേരള സർക്കാരിന്റെ സബ്സിഡി തുകയായ 5 രൂപ 40 പൈസ മാത്രം വിതരണം ചെയ്യാനേ തികയൂ. കാർഷിക മേഖലയിലേക്ക് നിരവധി പ്രഖ്യാപനങ്ങൾ സർക്കാർ നടത്താറുണ്ടെങ്കിലും ഇവയൊന്നും നടപ്പിൽ വരുത്താൻ ആരും തയ്യാറായിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിൽ പമ്പിംഗ് സബ്സിഡിക്കായി 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇത് ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞതല്ലാതെ ഇതിന്റെ ഗുണം കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ അനുവദിച്ചെന്ന് പറയുന്ന 300 കോടി രൂപ കർഷകർക്ക് ലഭിക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും ഗുരുതരമായ കർഷകർ സഹിക്കുന്ന ഏറ്റവും വലിയൊരു ബാധ്യതയാണ് ഈ പമ്പിംഗ് ചെലവ്. അത് ഇതുവരെ നടപടിയായില്ല. പോരാ, റൈസ് ബയോ പാർക്ക് ഇവിടെയും പാലക്കാട്ടും നമ്മുടെ തകഴിയിലെയൊക്കെ മില്ല് പുനരുജ്ജീവിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടി തന്നിട്ടും ഒന്നും നടപ്പിലാകാത്ത സാഹചര്യത്തിൽ ഈ 300 കോടി രൂപ എന്ന് പറയുന്നത് എട്ടിലെ പശു പുല്ല് തിന്നുകയെന്ന് പറഞ്ഞ പോലെ ഈ 300 കോടി രൂപ ഒരു കടലാസിൽ എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കർഷകർക്ക് നെല്ല് കൊടുത്താൽ ഉടനെ കിട്ടാൻ സാധ്യത കുറവാണ്. ഈ 5 രൂപ 40 പൈസ വെച്ച് പോരാ, 19 രൂപയും കൊടുക്കണം. തന്നെയല്ലാതെ 20 രൂപയെങ്കിലും ആക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമരം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അനൂപും പറഞ്ഞിരുന്നതാണ്. അത് ഗവൺമെന്റിന് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ 1 രൂപ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനിയും നമുക്ക് എന്നാണ് ഇത് പ്രതീക്ഷിക്കുക? അതുകൊണ്ട് കുട്ടനാട് കാർഷിക മേഖലയ്ക്ക് ഞാൻ നോക്കിയിട്ട് യാതൊരു സന്തോഷിക്കാനുള്ള യാതൊന്നും ഉണ്ടാകത്തില്ല. ധനകാര്യമന്ത്രി KM മാണി അവതരിപ്പിച്ച ബജറ്റ് അംഗീകരിക്കില്ലെന്ന് മാത്യു ടി തോമസ് MLA തിരുവല്ലയിൽ KCB വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണി നേതാക്കൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേക നിയമസഭാ സമ്മേളനം കൂടി ധനകാര്യമന്ത്രി KM മാണിയെ ഒഴിവാക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കണമെന്നും മാത്യു ടി തോമസ് ആവശ്യപ്പെട്ടു. കേരളത്തിനാകമാനം അപമാനമായ ഒരാൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്നത് ഒരു ശരാശരി മലയാളിയുടെ വികാരമാണ്. അതിന് വിരുദ്ധമായി ഇയാളെ കൊണ്ട് തന്നെ ഞങ്ങൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന വാശി ഒരു ധാർഷ്ട്യത്തോടെ നടപ്പിലാക്കാൻ ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ശ്രമിച്ചതുകൊണ്ടാണ് ഇന്നലെ അത് പ്രതിരോധിക്കാൻ ഏതറ്റം വരെ പോകാൻ ഞങ്ങൾ തയ്യാറായത്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്
കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഏത് പരിധി വരെ പോയും ഞങ്ങൾ തടയാൻ ശ്രമിക്കും. അത് തടഞ്ഞിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുമ്പോൾ സാങ്കേതികമായി ശരിയല്ല എന്ന വാദമാണ് അവ ഉയർത്തുന്നത്. നിയമസഭ കൂടുന്നതിന് ഭരണഘടനയിലും ചട്ടങ്ങളിലും പറയുന്നത് ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, ക്രമപ്രകാരം നിയമസഭ എപ്പോൾ കൂടുന്നു എന്ന് പറയുന്നത് ചെയർ വന്ന് കസേരയിൽ ഇരിക്കുമ്പോഴാണ്. ഓർഡർ എന്ന് ചെയർ സ്പീക്കർ വന്ന് കസേരയിൽ ഇരുന്നു കൊണ്ട് ഓർഡർ എന്ന് പറയുന്നതുകൂടിയാണ് സഭ സമ്മേളിക്കുന്നതായി ക്രമപ്രകാരമാവുന്നത്. അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സഭ കൂടിയിട്ടില്ല. സഭയിലെ ഏതൊരു അംഗവും സംസാരിക്കേണ്ടത് അവരവർക്ക് നിശ്ചയിച്ചു കൊടുത്ത സീറ്റിലിരുന്നുകൊണ്ടാണ്. ധനകാര്യമന്ത്രി അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ വലത്തുള്ള കുഞ്ഞാലിക്കുട്ടിയുടെയും വലത്തെ സീറ്റിൽ എത്തിയിട്ടേ ഇല്ല, അതിൻ്റെ പരിസരത്ത് എത്തിയിട്ടില്ല. നിയമസഭ ഇന്നലെ കൂടിയിട്ടില്ല. കെ എം മാണി നിയമസഭയിൽ സംസാരിച്ചിട്ടില്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഗവർണറോട് ഇന്നലെ രാത്രി ഞങ്ങൾ സന്ദർശിച്ചു പറഞ്ഞത് ക്രമാനുസൃതമായി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി സഭയിൽ ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കണം. അത് കെ എം മാണി അല്ലാത്ത മറ്റൊരാൾ അവതരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്ന് ഗവർണറോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം റിപ്പോർട്ട് എടുത്ത് അതിൻ്റെ പരിശോധന നടത്താം എന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബഡ്ജറ്റിൽ കാവാലം തട്ടാശ്ശേരി പാല നിർമ്മാണത്തിന് പണം അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. പാല നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് പരിശോധന വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. കാവാലം തട്ടാശ്ശേരി പാലത്തിനും വടക്കംവെളിയനാട് കൃഷ്ണപുരം പാല നിർമ്മാണത്തിനും പണം അനുവദിക്കുമെന്ന് ആവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ കാവാലത്ത് അരങ്ങേറിയിരുന്നു. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ ധനകാര്യമന്ത്രിക്ക് മുന്നിൽ സമർപ്പിക്കുമ്പോൾ പാല നിർമ്മാണത്തിന് പണം അനുവദിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതുമാണ്. തട്ടാശ്ശേരി കാവാലം പാലം യാഥാർത്ഥ്യമായാൽ ആലപ്പുഴ കോട്ടയം പട്ടണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹ്രസ്വദൂര പാതയാണ് തുറക്കപ്പെടുന്നത്. തട്ടാശ്ശേരി കാവാലം പാല നിർമ്മാണത്തിന് പണം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിനാണ് തയ്യാറെടുക്കുന്നതെന്ന് സമരസമിതി നേതാവ് ഹരികൃഷ്ണൻ പറഞ്ഞു. ഈ ബഡ്ജറ്റിന് മുമ്പ് അവിടെ ധനമന്ത്രിയെ കണ്ട എല്ലാ നിവേദക സംഘത്തോടും ഇത്തവണ ബഡ്ജറ്റിൽ തീർച്ചയായും പണം അനുവദിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നതാണ്. ഇതനുസരിച്ച് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം പി കാവാലത്തെത്തി പാലം പണി തുടങ്ങാൻ പോകുന്നു, അതിനുള്ള പണം അനുവദിക്കുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചു. അദ്ദേഹത്തിന് മന്ത്രി ഉറപ്പ് നൽകിയിരുന്നതാണ്. അതുപോലെ കുട്ടനാട് മുൻ MLA ശ്രീ KC ജോസഫ് അവർക്ക് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് 3 ദിവസം മുമ്പ് അദ്ദേഹം പണം അനുവദിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. ഞങ്ങൾ പാല സമ്പാദക സമിതി ഭാരവാഹികൾ ഇത്തവണയും കഴിഞ്ഞ ബഡ്ജറ്റിന് മുമ്പും അദ്ദേഹത്തെ നേരിൽ കണ്ട് നിവേദനം നൽകിയപ്പോൾ തീർച്ചയായും നിങ്ങളെ മറക്കില്ല, നിങ്ങൾക്ക് പണം അനുവദിക്കും എന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഞങ്ങൾ ബഡ്ജറ്റ് അവതരണം കേട്ടപ്പോൾ കാവാലത്തെയും അതുപോലെ പുളുങ്കുന്നിലെയും നീലംപെരൂരെയൊക്കെ ജനങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഇത്ര ഇതായിട്ട് നമ്മൾ നൽകിയ ഈ ഉറപ്പ് ലംഘിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാവാലത്തെയും അതുപോലെ തന്നെ കുട്ടനാട് ഉൾപ്രദേശങ്ങൾക്കും ഏറ്റവും അനിവാര്യമായ കാവാലം തട്ടാശ്ശേരി പാലം നിർമ്മിക്കുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. അതിനുവേണ്ടി ഇനി ജനങ്ങളെ ഒന്നിച്ചിറക്കി അതിശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുവാൻ പാല സമ്പാദക സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം കുട്ടനാട്ടിലെ ചമ്പക്കുളം മങ്കമ്പ് സിവിൽ സ്റ്റേഷൻ പാലങ്ങളുടെ നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. ഈ പാലങ്ങളുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് പോലും ബഡ്ജറ്റിൽ നീക്കിവെച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. KCB ന്യൂസ്, കാവാലം. ഓൾ കേരള സ്മോൾ സ്കെയിൽ ഫ്ലവർ ആൻഡ് റൈസ് മിൽ ഓണേഴ്സ് അസോസിയേഷൻ 4ാമത് കുട്ടനാട് മേഖല വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് മാമ്പുഴക്കരി കുട്ടനാട് വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ?
ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഹർത്താലുകൾ ആലപ്പുഴയിലെ ടൂറിസം മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഹർത്താൽ വിവരം അറിയാതെ ആലപ്പുഴയിലെത്തിയ വിനോദസഞ്ചാരികൾ റോഡിൽ അലയേണ്ട അവസ്ഥയായിരുന്നു. നൂറുകണക്കിന് ഹൗസ് ബോട്ടുകൾ ദിവസേന സർവീസ് നടത്തുന്ന ആലപ്പുഴയിൽ ഹർത്താലിനെ തുടർന്ന് ഒരു ബോട്ടും സർവീസ് നടത്തിയില്ല. മാസങ്ങൾക്ക് മുമ്പ് പോലും ബുക്ക് ചെയ്തിരുന്ന ഓട്ടങ്ങൾ പോലും ഹർത്താൽ മൂലം റദ്ദ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബോട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന സഞ്ചാരികൾ ഹർത്താൽ വിവരം അറിഞ്ഞതോടെ ആലപ്പുഴയിലേക്കുള്ള ട്രിപ്പ് തന്നെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണെന്ന് ബോട്ട് ഉടമകൾ അഭിപ്രായപ്പെട്ടു. ഓരോ ഹർത്താലും ഹൗസ് ബോട്ട് മേഖലയ്ക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ വിധം മുന്നോട്ട് പോയാൽ ഹൗസ് ബോട്ട് മേഖല തന്നെ ഇല്ലാതാകുമെന്ന് പ്രമുഖർ വിലയിരുത്തുന്നു. ഓട്ടോ ഡ്രൈവർ കുത്തേറ്റു മരിച്ചു. തിരുവല്ല നെടുമ്പ്രം പഞ്ചായത്തിൽ തോപ്പിൽ തെക്കേതിൽ ബാലന്റെ മകൻ സുധീറാണ് കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ഉറങ്ങുകയായിരുന്ന സുധീറിനെ വിളിച്ചുണർത്തി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് കുത്തുകയായിരുന്നു. പരിക്കേറ്റ സുധീറിനെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ദിവസം കിടങ്ങറ സ്വദേശിനിയായ യുവതിയുമായി സുധീർ രജിസ്റ്റർ മാരേജ് ചെയ്തിരുന്നു. ഇതിനുശേഷം യുവതിയെ കിടങ്ങറയിലെ വീട്ടിലേക്ക് അയക്കുകയായിരുന്നു. ഇതറിഞ്ഞ യുവതിയുടെ സഹോദരൻ സുധീറിനെ വധിക്കുകയാണുണ്ടായത്. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിലാണ്. തിരുവല്ല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. KCB ന്യൂസ്, തിരുവല്ല. ചമ്പക്കുളം അത്ലറ്റിക് ക്ലബിന്റെയും ലിയോ 13 തിരുവല്ല ഐ മൈക്രോ സർജറി ലേസർ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചമ്പക്കുളം കല്ലൂർക്കാട് പാരിഷ് ഹാളിൽ നടന്ന പരിപാടി കല്ലൂർക്കാട് ഫൊറോന വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാൽ മുഴുവനും ഇരുട്ടായിട്ട് നമുക്ക് തോന്നും. ആ ഇരുട്ടിനെ മാറ്റുവാൻ അപ്പോഴപ്പോഴേ കണ്ണിന് ഇരുട്ട് വിധേയമാകാതിരിക്കാൻ അപ്പോഴപ്പോൾ ചികിത്സയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് നമുക്ക് അത്യാവശ്യപ്പെട്ട ഡോക്ടർമാരെ കണ്ട് വേണ്ട ചികിത്സ നടത്തുന്നത് എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കും. ബിജു പാലക്കളം, ഉമ്മച്ചൻ മാപ്പിളശ്ശേരി, ജെ തോമസ് ചക്കാല, കുര്യച്ചൻ തൈത്തോട്ടം എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഹർത്താൽ പൂർണ്ണം. ആലപ്പുഴ ജില്ലയിൽ ഇടതുപക്ഷം വിവിധ ഇടങ്ങളിൽ പ്രകടനം നടത്തി. വിദ്യാഭ്യാസ വായ്പ പിന്നെയും വില്ലനാവുന്നു. വായ്പയുടെ പേരിൽ കിടപ്പാടം ജപ്തി ഭീഷണിയിൽ. മാണി ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. നെല്ലു സംഭരണത്തിനുള്ള തുക അപര്യാപ്തമെന്ന് ഫാദർ തോമസ് പീലിയാനിക്കൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.